ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണണം ട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. കാരണം ഇത് നടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒന്നുമല്ല. നമ്മുടെ ഈ കേരളത്തിലാണ്. പാലക്കാട് ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലം. ഏഹ് ഒരു ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ട് നടക്കുന്ന ആവാസത്തരങ്ങളാണിത്. മനസ്സിലായോ? ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല എന്തോ ആഘോഷ പരിപാടിയാണ്. പക്ഷെ അതല്ല. 2 വർഷം മുന്നേ അവിടെ ഉമർ ഷാ ഖാദ്രി എന്ന് പറയുന്ന ഒരാൾ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കബീർ ഷാ എന്ന ആളാണ് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു പോകുന്നത്. അതിന്റെ ആഘോഷമാണ് ഇപ്പൊ നടക്കുന്നത് ട്ടോ. കാലിൽ വീണ് സുജൂദ് ചെയ്യുക. ആരുടെ കാലില്? മനുഷ്യന്റെ കാലിൽ വീണിട്ട് സുജൂദ് ചെയ്യുക. നോട്ടൊക്കെ ഇടുന്നത് കണ്ടില്ലേ? ക്യാമറ പരിപാടി കണ്ടിട്ടില്ലേ? അതിലും കണ്ടാവും ഈ പെണ്ണുങ്ങൾക്ക് നോട്ടെറിഞ്ഞ പരിപാടി. അതുപോലത്തെ പരിപാടിയാണ്. ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കും വിചാരിക്കുന്നു. മൂപ്പര് കിടന്ന് ഉറങ്ങിക്കണ സുജൂദ് ചെയ്ത് ഉറങ്ങിക്കണ മൂപ്പര് അവിടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട് പറയും. മറ്റുള്ള മതത്തിൽ നമ്മൾ നോക്കണ്ട. നമ്മുടെ മതത്തിലുള്ള ആചാരങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യം നോക്കിയേ, കൈ മുത്തുക, കാല് മുത്തുക. ഇനി മുത്ത സ്ഥലങ്ങൾ ബാക്കിയൊന്നുമില്ല. ആകെ പൊതിഞ്ഞിക്കുന്നു. ഈച്ച, ചക്കലീച്ച പൊതിയണ പോലെ ആകെ പൊതിഞ്ഞിട്ടൊക്കെ ചെയ്യണത്. എന്താ ഉദ്ദേശം എന്നറിയോ? അതാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? ക്യാഷ്. അതാണ് മെയിൻ ഉദ്ദേശം. അല്ലാതെ ഇത് ഇസ്ലാമികമായിട്ടുള്ള ഒന്നുമല്ല. ഇസ്ലാമിന് പറഞ്ഞ ഒരു സംഭവം ഇതിലില്ല. ഇതൊക്കെ വെറും ക്യാഷിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഫുൾ വിശ്വാസമില്ല അത്. ചിലത് അന്ധവിശ്വാസം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതല്ല. ഇത് ആഭാസത്തരാണ്. ആഭാസം. ജനങ്ങളെ വിഡ്ഢിയാക്കുക. ഇസ്ലാമിന് വിറ്റ് ജീവിക്കുക. കുറെ പച്ച ഡ്രസ് ഇട്ടിട്ട് ഈ പച്ച ഡ്രസ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആരാന്ന് പറയാം നിങ്ങൾക്ക്? ഖലീഫന്മാരത്ര. ഖലീഫന്മാര്. ഒരുപാട് പച്ച. നിങ്ങൾ നോക്കി, കവാലിയൊക്കെ നടത്തുന്നുണ്ട് അവിടെ. പൈസയാണ് മെയിൻ ഉദ്ദേശം. പൈസ അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലാവണ്ട? വേറെ ഉദ്ദേശം ഒന്നും ഇല്ല ഇപ്പൊ ഇതില്. ഇത് കാണാൻ വേണ്ടിയിട്ട് കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നുണ്ട്. ചില്ലറൊന്നല്ല. അപ്പൊ ഇതിന് ചോദിക്കാനും പറയാനാവാത്ത ആൾക്ക് ആർക്കാരില്ലണാവോ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മുടെ ഏകദേശം അടുത്ത് തന്നെയാണ്, നാട്ടിന്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്താ അതിനൊക്കെ പറയാലേ? ആരോടെ പറയാലേ? കാട്ടിക്കൂട്ടി നോക്കി നിങ്ങള്. വെള്ള ഡ്രസ്സും കാര്യങ്ങളും നല്ല ടിപ് ടോപ്പിൽ വന്നിട്ട് കുറെ പച്ചവെള്ളം കാണാണ്ട്. പച്ച മാക്സ് ഒക്കെ ഇട്ടിട്ട് ഖലീഫന്മാര്. എവിടേക്കാണ് ഈ പോണത്? പടച്ചോന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ കൊണ്ട് സുജൂദ് ചെയ്യുന്ന കാലാണ്. ആരെ മുന്നിലെ സുജൂദ് ചെയ്യുന്നത്? മൂപ്പരാരാണ്? പടച്ചോനാ? നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടോ ഇത് കണ്ടിട്ട്. അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. നല്ലൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഇടപാടൊന്നും ഇസ്ലാമിലില്ല. മനസ്സിലായിണ്ട? അത് ഈ കാണുന്ന നിങ്ങൾക്കൊരു, പക്ഷെ അത് പറയാൻ ചിലവർക്ക് മടി ഉണ്ടാവും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കുഴപ്പമില്ലല്ലോ. ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും ഇസ്ലാമികമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. 100% നമുക്കറിയാം. പക്ഷെ എന്നാലും പാരമ്പര്യമല്ലേ, കാരണന്മാർ ചെയ്തതല്ലേ, ഇതാണ് മറുപടി. അപ്പൊ എന്നാ ശരി.